ഒരു കുടം വെള്ളം വീട്ടിലെത്തിക്കാൻ 1.5 മണിക്കൂർ വേണം. എങ്കിൽ ഒരു ദിവസം ഒരു സ്ത്രീക്ക് കുടിവെള്ളം ശേഖരിക്കാൻ മാത്രം എത്ര മണിക്കൂർ ചെലവഴിക്കേണ്ടി വരും? കൃഷിയും കൈത്തൊഴിലും ഉപജീവനമാർഗമായ ഇവർക്ക് തൊഴിൽ ചെയ്യാൻ നേരമെവിടെ? കുടിവെള്ളവും തൊഴിലും മുട്ടിച്ച കമ്പനി നാട്ടുകാർക്ക് നൽകിയ തൊഴിലവസരം എന്താണ്? കോള കമ്പനിയിൽ 370ഓളം പേർ ജോലി ചെയ്യുന്നതായി കമ്പനിക്ക് വേണ്ടി തൊഴിലാളികളെ എടുക്കുന്ന ലേബർ കോൺട്രാക്ടർ പറയുന്നു. ഇതിൽ 130 സ്ഥിരം ജീവനക്കാർ ഒഴികെ ബാക്കിയുള്ളവർ ദിവസവേതനക്കാരാണ്. പുരുഷന്മാർക്ക് 60 രൂപ മുതൽ 100 രൂപ വരെയും സ്ത്രീകൾക്ക് 50 രൂപയുമാണ് വേതനം. കമ്പനി തൊഴിൽ നൽകിയ സമീപവാസികളുടെ എണ്ണം 30 മുതൽ 50 വരെ, അതും താൽക്കാലിക വേതനക്കാരായി. കോള കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ചിത്രത്തിൽ. മുംബൈയിലെ വികാസ് അധ്യയൻ കേന്ദ്രം നടത്തിയ പഠനപ്രകാരം ഈ പ്രദേശത്ത് 10% ആളുകൾ മാത്രമാണ് കർഷകർ. സ്വന്തം കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നവർ. 35% ആളുകൾ കർഷക തൊഴിലാളികളാണ്. ബാക്കി 55% ആളുകൾ നെയ്ത്ത്, കള്ളുചെത്ത്, മരം മുറിക്കൽ, ഡ്രൈവിംഗ്, ക്ഷൗരം, മറ്റ് കൈത്തൊഴിലുകൾ എന്നീ മേഖലകളിൽ ഉപജീവനം കണ്ടെത്തുന്നു. കമ്പനി വന്നതിനു ശേഷം കാർഷിക വൃത്തി കുറഞ്ഞതായി 90% ആളുകൾ സർവേയിൽ പറഞ്ഞു. പ്ലാച്ചിമടയിലെ കൊക്കക്കോള പ്ലാന്റിൽ സൂക്ഷിച്ചിരിക്കുന്ന പാനീയങ്ങൾ. കമ്പനി സ്ഥിതി ചെയ്യുന്ന പെരുമാട്ടി പഞ്ചായത്തിലെ ജനസംഖ്യ 29,658 ആണ്. ഒരാളുടെ പ്രതിദിന ജല ഉപഭോഗം ചുരുങ്ങിയത് 50 ലിറ്റർ വെള്ളമാണെങ്കിൽ പെരുമാട്ടി പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു ദിവസത്തേക്ക് ആവശ്യമായ വെള്ളം വെറും 1.5 ദിവസം കൊണ്ട് കമ്പനി ചോർത്തുന്നു. ഇങ്ങനെ ലോകം മുഴുവൻ ജനങ്ങളുടെ കുടിവെള്ളം ചോർത്തിയെടുത്ത് 195 രാജ്യങ്ങളിൽ വിറ്റ് കൊക്കക്കോള നേടുന്ന വാർഷിക വരുമാനം $1,600 കോടി, അതായത് 16 ബില്യനാണ്. ഞാൻ ഇന്നോ നാളെയോ പോവും, എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെ ജീവിക്കും? വിജയനഗർ കോളനിയിലെ ആദിവാസി മുത്തശ്ശി പാപ്പാൾ വിലപിക്കുന്നു. കമ്പനിക്ക് വേണ്ടി നികത്തപ്പെട്ട കൃഷിഭൂമിയിൽ തലമുറകളായി കൃഷി ചെയ്ത് ജീവിക്കുന്ന ആദിവാസി പരമ്പരയിലെ അംഗമാണിവർ. കൃഷിഭൂമിയിൽ ജന്മി നൽകിയ 7 സെന്റിലായിരുന്നു ഇവരുടെ പുരയിടം. കമ്പനി വരാനായി പിന്നീട് കുടിയൊഴിയേണ്ടി വന്നു. മക്കൾക്ക് ആർക്കും കമ്പനി ജോലി തന്നില്ല. മുമ്പ് ഇവിടെ തന്നെ കൃഷിപ്പണിയുണ്ടായിരുന്നു. രക്ഷകനല്ല, നാടിന്റെ ചോര ഊറ്റുന്ന രാക്ഷസനാണ് തങ്ങളുടെ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നതെന്ന് ഗ്രാമീണർ മെല്ലെ തിരിച്ചറിഞ്ഞു. കുടിവെള്ളം മുട്ടിക്കുന്ന കമ്പനി അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ട് 2002 ഏപ്രിൽ 22 ഭൂമി ദിനത്തിൽ കമ്പനിക്ക് മുൻപിൽ പന്തൽ കെട്ടി നാട്ടുകാർ സമരം ആരംഭിച്ചു. ദളിതരും ആദിവാസികളും അടങ്ങുന്ന നാട്ടുകാർ ആദിവാസി സംരക്ഷണ സംഘം എന്ന പേരിൽ സംഘടിച്ചാരംഭിച്ച സമരം ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തുടക്കത്തിൽ ഈ സമരത്തിൽ നിന്ന് മാറി. ജലം ജീവന് തുല്യം. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പുറംപോക്കുകളിൽ ജീവിക്കുന്ന ഈ ദുർബലർ ഉയർത്തിയ ചോദ്യം അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചായിരുന്നില്ല. മനുഷ്യന്റെയും സകല ചരാചരങ്ങളുടെയും നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത കുടിവെള്ളത്തെ കച്ചവടച്ചരക്കാക്കുന്നതിന് എതിരെയാണത്. അവർ ഉയർത്തിയ രാഷ്ട്രീയവും സമരം ചെയ്യാനുള്ള മനക്കരുത്തും മറ്റേത് സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കൊടിക്കൂറകൾക്ക് മുകളിലായിരുന്നു. കൊക്കക്കോള കമ്പനിക്ക് മുന്നിലെ സമരപ്പന്തലിൽ നിന്ന് ഒരു ദൃശ്യം. ആദിവാസി സംരക്ഷണ സംഘം പിന്നീട് കൊക്കക്കോള വിരുദ്ധ സമിതിയായി. എതിർപ്പിന്റെ മുൾവഴികളിലൂടെ 2 വർഷം പിന്നിട്ട സമരം നിസ്വരായ
ഒരു ജനതയുടെ ആത്മബലത്തിൽ ചിറകുവിരിച്ച് ഒരു കൊടുങ്കാറ്റായി ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചു. മെല്ലെയെങ്കിലും വിയോജിച്ചു നിന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 2003 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ കോള കമ്പനിക്ക് മുൻപിൽ നടന്ന പ്രക്ഷോഭ സമരത്തിൽ നിന്ന് കൊക്കക്കോള വിരുദ്ധ സമിതിയുടെ അമരക്കാരായി ഒരുപാട് സംഘടനകളും വ്യക്തികളുമുണ്ട്. എന്നാൽ ആദിവാസികൾക്കും ദളിതർക്കും ഏത് ദുരിതങ്ങളെയും അടിപതറാതെ അതിജീവിക്കാനായി ഒരു നേതാവുണ്ട് എന്നും കൂടെ. വിളയോടി വേണുഗോപാൽ. വിളയോടി പറയുന്നു, സാമൂഹ്യനീതി കിട്ടാത്ത, ഭരണകൂടങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട, അവഗണിക്കപ്പെട്ട അടിസ്ഥാന അധസ്ഥിത വർഗമാണ് ആദിവാസികൾ. ഇവർക്ക് കിട്ടുന്ന നീതി വഞ്ചന മാത്രമാണ്. ഇവരിൽ അതിജീവന ചിന്ത ഉണ്ടാക്കാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ മേൽ അധികാരവും അവകാശവും തദ്ദേശവാസികൾക്കാണ്, ജില്ലയ്ക്കോ സ്റ്റേറ്റിനോ കേന്ദ്രത്തിനോ ആഗോള കമ്പനിക്കോ അല്ല. 1967 ഭൂവിനിയോഗ നിയമം KLU ആക്ട് ഓഫ് 1967 ലംഘിച്ച് കൃഷിഭൂമി നികത്തിയാണ് ഇവർ ഫാക്ടറി തുടങ്ങിയത്. കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ അനുമതി നേടിയിട്ടില്ലാത്തതിനാൽ കറന്റ് കണക്ഷനുമില്ല. എന്നാൽ ജനറേറ്റർ ഉപയോഗിച്ച് വെള്ളമൊറ്റുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഭക്ഷ്യ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവയുടെ അനുമതിയും കമ്പനിക്കില്ല. കുഴൽക്കിണർ കുഴിക്കാനുള്ള അപേക്ഷയായ ബ്ലൂ പ്രിന്റില്ല. വിളയോടി വേണുഗോപാൽ പറയുന്നു. ഉയർന്നുവരുന്ന ജനരോഷം തണുപ്പിക്കാൻ കമ്പനി ഒരു വഴി കണ്ടെത്തി. ടാങ്കർ ലോറിയിൽ സൗജന്യമായി കുടിവെള്ളം എത്തിക്കലായിരുന്നു അത്. എന്നാൽ കോളക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന കോളനിയിലെ തൊഴിലാളി കുടുംബങ്ങൾ ഒഴികെ കമ്പനിക്കെതിരെ സമരം ചെയ്യുന്നവർ ഈ വെള്ളം ബഹിഷ്കരിച്ചു. കൊക്കക്കോള കമ്പനി ടാങ്കർ ലോറിയിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് പുലർച്ചെ ക്യൂ നിൽക്കുന്നവരാണ് ചിത്രത്തിൽ. കുടിവെള്ളം മുട്ടിച്ച കോള കമ്പനിയുടെ ഔദാര്യം നമുക്ക് വേണ്ട. ഫാക്ടറിയിൽ നിന്ന് ഒരു ഫർലോങ് അകലെ വീടും കൃഷിയിടവുമുള്ള കർഷകനായ ഷാഹുൽ ഹമീദ് പറയുന്നു, 200 വർഷമായി ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷക കുടുംബത്തിലെ 3ാം തലമുറയിലെ കാരണവരാണ് ഇദ്ദേഹം. നെല്ലും ചാമയും കോറയും മുതിരയും ചെങ്കടലയും കൃഷി ചെയ്ത് സമൃദ്ധമായി വിളവെടുത്തിരുന്ന പഴയകാലം ഈ കർഷകൻ ഓർക്കുന്നു. വേനൽക്കാലത്തും കവിഞ്ഞൊഴുകിയിരുന്ന ഇതില് മഴക്കാലത്തും ഒരു തുള്ളി വെള്ളമില്ല. വെള്ളമില്ലാതെ എങ്ങനെ കൃഷി ചെയ്യും? ഷാഹുൽ ഹമീദ് ചോദിക്കുന്നു. 1.25 ഏക്കറിൽ കമ്പനി വരുന്നതിന് മുൻപ് 36 ചാക്ക് നെല്ല് കിട്ടിയിരുന്നു. എന്നാൽ 2 വർഷമായി കിട്ടുന്നത് 2 ചാക്ക് മാത്രം. ഇന്ന് ചോറ് വയ്ക്കാൻ അരി വാങ്ങണം. കമ്പനിക്ക് ഒരു ഫർലോങ് അകലെ വീടും 8 ഏക്കർ കൃഷിയിടവുമുള്ള കൃഷ്ണസ്വാമിക്കും പറയാനുള്ളത് ഏറെക്കുറെ ഇതേ അനുഭവം. കടലയും തെങ്ങും മാത്രമാണ് ഇപ്പം കൃഷി. നെൽകൃഷി വെള്ളമില്ലാത്തതിനാൽ നിർത്തി. മുൻപ് 6000 എണ്ണ തേങ്ങ കിട്ടിയിടത്ത് ഇപ്പോൾ കിട്ടുന്നത് 1000 എണ്ണ. എല്ലാമുണ്ട്, എന്നാൽ ഒന്നുമില്ല. ഇതാണ് സ്വാമിയുടെ അവസ്ഥ. വീട്ടിൽ കിണറുണ്ട്, കിണറ്റിൽ വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാൻ കൊള്ളില്ല. കൃഷി നനയ്ക്കാൻ മോട്ടോർ ഘടിപ്പിച്ച വലിയ കുഴൽക്കിണറുണ്ട്, പക്ഷേ വെള്ളമില്ല. ഈയിടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം ചൂടാക്കി കുടിച്ചപ്പോൾ ഛർദിച്ച കുട്ടികൾ ആശുപത്രിയിലായി. വിജയനഗർ കോളനിയിലെ മീൻ പിടിച്ച് ജീവിക്കുന്ന തെയ്യാലൻ നാടിന്റെ ദുരിതങ്ങൾക്ക് ഉത്തരവാദി കമ്പനിയാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനടുത്തുള്ള ബംഗാലക്കയം, കമ്പാലത്തറ ഡാമുകളിൽ നിന്നാണ് ഞാൻ മീൻ പിടിച്ചിരുന്നത്. മുമ്പ് ഒരു ദിവസം 10 കിലോ വരെ മീൻ കിട്ടിയിരുന്നു. 2 വർഷമായി മീൻ തീരെയില്ല. കമ്പനിക്കെതിരെ സമരം തുടങ്ങും മുമ്പ് അവരുടെ മാലിന്യങ്ങൾ ഡാമിന് സമീപമാണ് ഇട്ടിരുന്നത്.
ഇതൊഴുകി ഡാമിലെത്തി. ഇങ്ങനെയാണ് മത്സ്യം തീരെ ഇല്ലാതായത്. നാട്ടുകാർ പ്രശ്നമാക്കിയതിനെ തുടർന്നിപ്പോൾ മാലിന്യമെടുത്തില്ല. തെയ്യാലൻ പറയുന്നു. കമ്പനിക്ക് സമീപമുള്ള മാധവമേനോൻ കോളനിയിലെ ആദിവാസി വെള്ളായൻ പറയുന്നു, കോള കമ്പനി വന്നതിൽ പിന്നെ ചാലിൽ തീരെ വെള്ളമില്ല. ചാലില് സാധാരണ വേനൽക്കാലത്തും വെള്ളമുണ്ടാവും. കൃഷിയില്ലാത്ത വയലിൽ 2 വർഷമായി ആടുകളെ മേച്ചാണ് വെള്ളായൻ കാര്യങ്ങൾ നടത്തുന്നത്. കോള വന്നതുകൊണ്ടാകാം വെള്ളം ചീത്തയായത്. വെള്ളത്തിന് വെള്ളം പോയി. ഇനി കമ്പനി പൂട്ടിപ്പോയാൽ ജോലിയും പോകും. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ചന്ദ്രൻ ഉത്കണ്ഠപ്പെടുത്തും. ചന്ദ്രന്റെ ഭാര്യയും മകനും കോള കമ്പനിയിൽ താൽക്കാലിക ജീവനക്കാരാണ്. സമീപവാസിയായ കമ്പനിയിലെ ഫാക്ടറി തൊഴിലാളി കമലവും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. ജലം എന്ന നിധി. കമലയുടെ സഹോദരിയാണ് പാപ്പാത്തി. വയസ്സ് 42. ഹൃദ്രോഗിയും അവിവാഹിതയുമാണ്. ജോലി ചെയ്യാൻ വയ്യ. പാപ്പാത്തി പറയുന്നു, എന്റെ അനുജത്തി കമലവും അവരുടെ മകനും കമ്പനിയിലാണ് ജോലി. നമുക്ക് സ്വന്തം കിണറുണ്ട്, പക്ഷേ വെള്ളം കുടിക്കാൻ കൊള്ളൂല. എന്നാൽ എന്താ, എല്ലാ ദിവസവും കമ്പനി ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുതരും. അടുക്കളയിൽ കമ്പനി നൽകിയ വെള്ളം നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം കമ്പനിയുടെ മഹാമനസ്കതയായി പാപ്പാത്തി കാണുന്നു. 5 വർഷത്തെ കാലാവധി കഴിഞ്ഞ് കമ്പനി വെള്ളമെല്ലാം വലിച്ചു കുടിച്ച് സ്ഥലം വിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ആശങ്കയോടെ അവർ മറുപടി പറയുന്നു. കമ്പനി പൂട്ടിപ്പോകുമ്പോൾ കുടിവെള്ളം എത്തിക്കാൻ അവരെന്തെങ്കിലും ചെയ്യും. സാധുക്കളുടെ നിഷ്കളങ്കതയും നിസ്സഹായതയും എങ്ങനെ ഒരു കോർപ്പറേറ്റ് ഭീമൻ മൂലധനമാക്കി മാറ്റുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ഇതിനിടെ കമ്പനിയുടെ മറ്റൊരു മഹാമനസ്കത കൂടി നാട്ടുകാർ അനുഭവിച്ചറിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി കമ്പനി വളം എന്ന പേരിൽ തങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്ത കമ്പനിയിലെ പാഴ്വസ്തുക്കൾ കൊടും വിഷമാണെന്ന് 2003 ഡിസംബർ 25 BBC-യിൽ വന്ന വാർത്ത കേട്ട് നാട്ടുകാർ അമ്പരന്നു. 5000 ടൺ മാലിന്യങ്ങളാണ് കോള കമ്പനി നാട്ടുകാരെ കബളിപ്പിച്ച് അവരുടെ പുരയിടത്തിലും കൃഷിയിടത്തിലും നിക്ഷേപിച്ചത്. പെരുമാട്ടി പഞ്ചായത്തും ചിറ്റൂർ താലൂക്കും കടന്ന് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വരെ ഈ മാലിന്യം എത്തി. കർഷകനായ ചെന്താമരൻ കൃഷിയിടത്തിൽ വളം എന്ന് തെറ്റിദ്ധരിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യമാണ് ചിത്രത്തിൽ. വിഷമയമായ മണ്ണ്. വളത്തിന്റെ ഒരു ഗുണവുമില്ലെന്ന് തെളിഞ്ഞ കമ്പനി വളത്തിൽ കാഡ്മിയത്തിന്റെ സാന്ദ്രത കിലോഗ്രാമിന് 100 മില്ലിഗ്രാമും കാര്യം 1100 മില്ലിഗ്രാമുമാണ്. ഖരമാലിന്യത്തിൽ കിലോഗ്രാമിന് 20 മില്ലിഗ്രാമിൽ കൂടുതൽ കാഡ്മിയവും 600 മില്ലിഗ്രാമിൽ കൂടുതൽ കാര്യവും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപകടകാരിയാണ്. വൃക്കയ്ക്കും കരളിനും അങ്ങേയറ്റം അപകടകാരിയായ കാഡ്മിയം അറിയപ്പെടുന്ന ഒരു അർബുദകാരിയാണ്. ഇവ കുട്ടികളിൽ ബുദ്ധിമാന്ദ്യവും അനീമിയയും ഉണ്ടാക്കും. കാഡ്മിയം ഒരംശം പോലുമില്ലാത്ത മണ്ണാണ് ചിറ്റൂരിലേത്. കാർഷിക സർവകലാശാലയിലെ രസതന്ത്ര മേധാവി ഡോക്ടർ തോമസ് വർഗീസ് അഭിപ്രായപ്പെടുന്നു. പിന്നെങ്ങനെ ചിറ്റൂരിന്റെ മണ്ണിൽ കാഡ്മിയം എത്തി? വിഷം തലമുറകളിലേക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള താലൂക്കാണ് ചിറ്റൂർ. അവിടെയാണ് ഈ വിഷം വ്യാപകമായി മണ്ണിൽ കലർന്നിരിക്കുന്നത്. ഇവ വെള്ളത്തിലലിഞ്ഞ് കിണറ്റിലും വയലിലുമെത്തും. നെല്ലിലൂടെയും പച്ചക്കറികളിലൂടെയും നമ്മളിലുമെത്തും. മറ്റൊരു ബഹുരാഷ്ട്ര ഭീമനായ പെപ്സി കമ്പനി വളം എന്ന പേരിൽ കഞ്ചിക്കോട്ട് വിതരണം ചെയ്ത മാലിന്യങ്ങൾ നശിപ്പിച്ച ഒരു കവിങ്ങിൻ തോട്ടമാണ് ചിത്രത്തിൽ. ഡൽഹിയിലെ ശാസ്ത്ര പരിസ്ഥിതി സംഘടനയായ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിറോൺമെന്റ് CSE ഇതേ കാലയളവിൽ
കുപ്പിയിലാക്കിയ കുടിവെള്ളത്തിലും ശീതളപാനീയങ്ങളിലും നടത്തിയ